ക്യാപ്പൊക്കെ മേടിക്കാൻ ലക്കുണ്ട്, അതുകൊണ്ടാണ് വണ്ടി തട്ടാൻ മുട്ടാൻ പോകുന്നത്. ദൈവം ഇവിടുത്തെ ഒരു ഓവർടേക്ക് ഇത് കയറാനുള്ള പരിപാടിയാണ്. കയറി അടുപ്പത് കയറി എവിടെയൊക്കെ പോയി ലക്കിന് പോയി നിൽക്കുന്നതിനാണ് കുട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയില്ല കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ സ്ഥലം എത്താറേ നമ്മൾ അച്ഛനെ മാസ് വീഡിയോ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. സെലക്ഷൻ ചെയ്തു 200 രൂപയ്ക്ക് ഈ 3 ബാഗ്, 500 രൂപയ്ക്ക് 3 ബാഗ്. ഞാൻ കൂട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെന്തെങ്കിലും വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്കിന് മൊബൈൽ നമ്പർ ഒരിക്കലും ബ്ലോക്ക് ചെയ്യരുത്. കാര്യം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർത്തമാനവും സംസാരമൊക്കെ ഉണ്ടാകും പിന്നീടാണ് വിളിക്കുമ്പോൾ. അപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പല ആൾക്കാർ കാണും. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. കാര്യം നമ്മുടെ ഈ ഫോൺ നമ്പർ കാണില്ല മറ്റേ വിളിക്കുക. അപ്പോൾ ഇതൊരു ഫേമസ് മന്തി ഷോപ്പാണ്, ഖത്തർ മന്തി എന്നൊക്കെ. ഭയങ്കര അടിപൊളി ടേസ്റ്റുള്ള ഒരു ഷോപ്പാണ്. നമ്മളിവിടെ കയറാൻ പോയപ്പോൾ വേറെ ഹോട്ടലിൽ പോയില്ല. നമ്മൾ നേരെ ഇത് പോകുന്ന ചാർമിനാറിൽ ഖത്തർ മന്തി. നല്ല അടിപൊളി ഫുഡാണ്. ഇവിടെ ഹൈദരാബാദിലാണ് ഫേമസ്. ഐ ലവ് യു ഖത്തർ മന്തി വെച്ചിരിക്കുന്നത് ഫേമസ് ഒരു ഫുഡ് കോർട്ടാണ്. മന്തി എവിടെ ഫേമസ് ഫുഡ് മന്തിയാണ്. ഖത്തർ മന്തിയുടെ അവിടെ പോയി നോക്കി നിൽക്കുക. മന്തി കഴിക്കണമെന്ന് കഴിഞ്ഞാൽ തണുപ്പ് ഇവിടെ ഭയങ്കര നല്ല തണുപ്പാട്ടെ ഗൈസ്. അതാണ് വേണ്ട. ഐ ലവ് സത്താർ മന്തി. നമ്മുടെ ജലപ്പള്ളിയാണ്. ഇത് നമ്മുടെ ഫ്ലാറ്റാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇവിടെ ജാവേദ് ഭായുടെ ഫ്ലാറ്റാണ്. എൻ്റെ അടി വിശാൽ മാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുക്കൻ തൊപ്പിയൊക്കെ മേടിക്കണോ ഓട്ടോ വിളിക്കും കഴിച്ചോ. മഞ്ഞ ഇവർ മലപ്പുറംകാരാണ് മഞ്ഞയിട്ടേക്കുന്നത്. 2 കോഴിക്കോടുകാരാണ്, ബ്രസീലിൻ്റെ ആൾക്കാരാണ്. നമ്മൾ ബ്ലൂ കളർ ഇട്ടിരിക്കുക. തൊപ്പി മേടിച്ചു. തൊപ്പി ഇത് 23 രൂപ. ഇത് 300 രൂപ. ഇത് 99 രൂപ. 69, 300, 99. ഞാനൊരു തൊപ്പി വീട്ടിൽ വെച്ച് മറന്നതാണ്. അപ്പം ഇത് നമ്മുടെ ഗൈസ് യൂണിഫോം ഒക്കെ നമ്മൾ യൂണിഫോം ഇല്ലാതെ ഇറങ്ങിയിരിക്കണം. നമ്മൾ ചാർമിനാറിലോട്ട് പോകാൻ ഗൈസ്. ബസ് വിളിച്ചല്ലോ. നമ്മൾ ഓട്ടോ വിളിക്കുവാണ്. സലീം ഓട്ടോ വിളിക്കും. 3 പേര് പോകാൻ എന്നറിയത്തില്ല. അവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ചാർമിനാർ പോയിട്ട് അവിടെ നല്ല അടിപൊളി ബിരിയാണി കിട്ടും കഴിക്കും. നമ്മുടെ ജാവേദ് ഭായുടെ ഫ്ലാറ്റാണ് മേലെ. 200 രൂപ കിട്ടിയില്ലേ സലീം വണ്ടിക്ക്. ഓക്കെ ഡീലേ എന്നാ വീട്ടിൽ ഞങ്ങൾ ഓട്ടോക്ക് ലൊക്കേഷൻ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ ഓട്ടോ കയറി ചാർമിനാറിൽ കാറ് പാർക്ക് ചെയ്തിരിക്കുക. നമ്മുടെ ഫ്ലാറ്റ് താഴെ ഞാനും ഉണ്ട് ഇവിടെ. ഗ്യാസ് അടിക്കാൻ വേണ്ടി അതൊക്കെയാണ് വേണ്ടി. ചെറുതോട്ടം പിടിച്ചു. നല്ല തണുപ്പാണ്, നല്ല കൂളാണ്. അപ്പം അവിടെ പോയി ചാർമിനാറിലോട്ടുള്ള വഴിയാണ് ഗൈസ്. കണ്ടോ ഫ്രൂട്ട്സ് ഷോപ്പ്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പം ഇവിടെ ക്രിസ്മസിൻ്റെതായിട്ടുള്ളൊരു സെലിബ്രേഷനോ ഡെക്കറേഷനോ ഒന്നും കാണുന്നില്ല. ക്രിസ്മസിൻ്റെതായിട്ട് നമ്മൾ ചാർമിനാറിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കണം വണ്ടി. നമ്മൾ ചുമ്മാ റൂമിലിരുന്നപ്പോഴും നമ്മുടെ വർക്കിന് തീർന്നു. നാളെ നമ്മുടെ കമ്പനിയിലെ വർക്ക്. അപ്പം ആ സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ വർക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇവിടെ ഭയങ്കര വിലക്കുറവായിരിക്കും. ബിരിയാണി ആയിരിക്കും ഭയങ്കര വിലക്കുറവ് ഇവിടെ. നമ്മൾ ചാർമിനാറിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് പുതിനായില ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇത് പുതിനായില. ഇതുണ്ട് ഇത് ഡ്രസ് കളക്ഷനാണ്. ഫുള്ള് ഡ്രസ് കളക്ഷൻ ഇവിടെ. ഇത് ചപ്പൽസിൻ്റെ ഏരിയ. ഇത് ഫുള്ള് ചപ്പൽസിൻ്റെ ഏരിയ ആണ്. ഇത് സഫ്രാൻ മന്തി. ഇതാണ് സഫ്രാൻ മന്തി എന്ന് പറഞ്ഞൊരു വലിയ ഷോപ്പുണ്ട്. സഫ്രാൻ മന്തിക്കടയാണ്. റോഡിന് നടുക്കൊരു ദർഗ. ഇതുണ്ടോ ദർഗ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ഒന്നും ദർഗ ഇല്ല. ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശൊക്കെ ദർഗ ഒരുപാടുള്ള സ്ഥലമാണ്. ഹൗസിലെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വിടുവാണ് ഗൈസ്. ചായ കുടിച്ചിട്ട് ഒരു കൊള്ളാം. ഇവിടെ തന്നെ മന്തി ഹൗസുണ്ട്. ഹൗസിൽ കോഫി കുടിച്ചു നമ്മൾ ചാർമിനാറിനെ ലക്ഷ്യമാക്കി നൈറ്റിലൊരു ചാർമിനാർ
അവ കവർ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ പിസ്ത ഹൗസിൽ നിന്ന് ചായ കുടിച്ചു. ഹോസ്പിറ്റലാണ് ഭയങ്കര ഫേമസ് ഹോസ്പിറ്റലല്ലേ ഇവിടെ. ഒവൈസി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ പുള്ളിക്ക് ഇവിടെ ഭയങ്കര പവറുള്ള വീഡിയോ എടുക്കുന്നു. ആ ഒവൈസിയിൽ അത് നമ്മൾ ചാർമിനാറിലോട്ട് പോകും. ചാർമിനാറിൽ പോയിട്ട് കണ്ട് നമ്മുടെ മച്ചാന്മാർ കുറേ നമ്മൾ വർത്താനം പറഞ്ഞു. നമ്മളോടൊന്നും വർത്താനം പറഞ്ഞു നല്ല നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ചായ അടിപൊളിയാണ്. നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇട്ടാൽ അടിപൊളി ചായ. ഇവിടുത്തെ 25 വർഷമായിട്ടുള്ള വലിയ ഷോപ്പാണ്. ദുബായിലൊക്കെ ഉള്ള ഷോപ്പാണ്. അപ്പം അവിടുന്ന് ചായ ട്രൈ ചെയ്തൊരു ഫീലാണ്. അപ്പം എന്തേ എന്നാ പറഞ്ഞ തിരക്ക് വേണം. എവിടെ നോക്കിയാലും മന്തി ഹൗസ്. അൽ അക്ബർ മന്തി ഹൗസ്. നമ്മൾ എവിടെ നോക്കിയാലും മന്തി ഹൗസാണ് ഫുള്ള്. അതിനകത്ത് ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ മന്തി കഴിച്ച് ഫുള്ള് നമ്മൾ അടുത്തത്. ഉച്ചയ്ക്ക് വൈകുന്നേരം മന്തി കഴിച്ചിട്ട് ഈ മന്തി കഴിക്കാനുള്ള പ്ലാനില്ല. കാര്യം മന്തി കഴിച്ചാൽ കൊളസ്ട്രോളും പിടിച്ചുള്ള അറ്റാക്ക് വന്ന് ചത്തു കഴിഞ്ഞാൽ ആര് സമാധാനം പറയാം. അപ്പം നമ്മൾ കേട്ടോ ഇനി അങ്ങോട്ട് വഴിയോര കച്ചവടക്കാരാണ് മൊത്തം. ചാർമിനാറിൻ്റെ വാതിക്കലിൽ അങ്ങനെ അതുപോലെ ആൾക്കാർ കിടക്കുകയാണ്. എന്തെങ്കിലും മേടിക്കണമെന്നെങ്കിൽ ചെറിയ തട്ടുമുട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഗൈസ്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് തുടങ്ങാൻ പോകണേ. ഓറഞ്ച് കേട്ടോ, ഓറഞ്ചിൻ്റെ തിളക്കം, ആപ്പിളിൻ്റെ തിളക്കം കേട്ടോ, എന്താ തിളക്കം. ആ പുള്ളി അവിടെ കയറിയിട്ടുണ്ട് ഷോപ്പിൽ. ചുരിദാറോ 2800 രൂപ വില കിടന്ന് നമ്മളവിടുന്ന് ചാടി പോകുന്നു. നമുക്ക് ആ വിലയ്ക്ക് സാധനം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആരും ഇടത്തില്ല. 2000 രൂപ നമ്മളവിടെ ഇവിടുന്ന് പോയി. ഞാൻ സെല്ലിൻ്റെ ഭാഗത്ത് ഞങ്ങൾ രാമോജിറാവ് ഫിലിം സിറ്റി പോയാലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാകും. അത് പോകണം, രാവിലെ പോകണം. രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് ചെന്ന് വിടാൻ പറ്റും. രാവിലെ നാളെ ചിലപ്പോൾ പോകുമായിരിക്കും. അതിലെ വണ്ടിയുടെ ഒറ്റ പിടിയില്ല. 1300 രൂപ ടിക്കറ്റ് പാസ്. അല്ല 1300 അല്ലടാ സെല്ലിമ, 1600 രൂപ. ഞങ്ങളോട് വന്ന ഒരാളെ കാണാവോ ലക്ഷ്മിയായിട്ട് പുള്ളിയോട് ചുരിദാർ മേടിക്കാൻ എടുത്തിട്ടാണ്. അപ്പം പുള്ളി നോക്കി നിൽക്കുക. നമുക്ക് ചാമിനാറിൽ ക്ലോസ് 6 മണിയായപ്പോൾ അടച്ചു. അപ്പോൾ പുള്ളി വരുന്ന ഓട്ടോ വേണം. വന്നിട്ട് ഓട്ടോ വേണമെന്ന് ചോദിക്കണം. ഓട്ടോ ചാർമിനാറിൻ്റെ ആ ഭാഗത്തിൽ ഈ ഭാഗം ഫുള്ള് ഷോപ്പാണ്. ലെഹങ്ക ഷോപ്പാണ് ഫുള്ളാണ്. ലെഹങ്ക ഷോപ്പാണ്. സാരി വാ. ഓ ഇതൊക്കെ ഭയങ്കര ബ്രാൻഡ് ഭയങ്കര ബ്രാൻഡായിട്ടുള്ള സാധനങ്ങളാണ് ഫുള്ള്. കണ്ടോ ബ്രാൻഡ് സാധനങ്ങളാണ് ഫുള്ള്. ഭയങ്കര വില ആയിരിക്കുമല്ല. വായിച്ചാനെ ഞങ്ങൾ കാപ്പി നടക്കാം. നീ വായിച്ചാൻ ഇപ്പം ഇവിടെ നമ്മളെ വായിച്ചാൻ അവിടെ പോയിരിക്കായിരുന്നു. എവിടെ വാ ഇങ്ങോട്ട് വാ. ഇവിടെ സലീമും ഇബ്രാഹിം കുട്ടി ഇക്കയും കൂടെ അതിനകത്തോട്ട് പോകുന്നുണ്ട്. എവിടെ പോകാൻ അറിയില്ല. ദൂരത്ത് നിന്ന് ഇത് കാണാം. എന്താ നമ്മുടെ ചാർമിനാർ. ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകും. ചാർമിനാർ വന്നിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ. ക്ലോസ് ആയിട്ട് ലൈറ്റ് ഒന്നുമില്ല, നോർമലായിട്ടാണ് വരുന്നത്. ഇബ്രാഹിം കുട്ടിക്ക സലീം ചാർമിനാറിൽ വെയിറ്റിംഗ് ആണ്. ഇതുണ്ടോ ചാർമിനാറിന്റെ വാതിക്കലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം എന്തെറ്റി ഞങ്ങൾ കണ്ടത് ചാർമിനാറാണ്. കണ്ണാടി ഇബ്രാഹിം കുട്ടിക്ക് പുറകെ നിൽക്കണം. പുള്ളിയുടെ തല കാണാം. ഞങ്ങളുടെ ഒരു പൊളി കണ്ണാടി മേടിച്ചു. യെല്ലോ കളർ 100 രൂപയ്ക്ക് അടിപൊളി ഒരു കണ്ണാടി മേടിച്ചു. ഇത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും യൂസ് ചെയ്യുന്ന കണ്ണാടിയാണ്. കോപ്പിയാണ്, ഒറിജിനലല്ല, കോപ്പി ഗ്ലാസ്സാണ്. ഞാനത് മേടിച്ച് അത് വെച്ചുകൊണ്ട് ചാർമിനാറിൽ കൂടെ ഒരു യാത്ര. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അത് മേടിക്കണം എന്ന ആഗ്രഹമുണ്ട്. വളയൊക്കെ അതുകൊണ്ട് വളയുടെ സെറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. വളയൊക്കെ ബൾക്കായിട്ട് 150 രൂപ 150 നല്ല ഇതൊക്കെ 100 രൂപ പ്രൈസാണ്. അപ്പോൾ മേടിക്കണമെന്നുണ്ട്. എൻ്റെ സൈസ് ഏതാണെന്ന് നമ്മുടെ കൊച്ചിന് ചേരുന്നുണ്ട് ഈ സാധനം.
രണ്ടുപേര് പറയാനാണ് ബാഗ് നോക്കിക്കൊണ്ടിരിക്കുക. എടുക്കും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ പോവാം. നിങ്ങളുടെ കയ്യിലെന്താണ്? 100 രൂപയ്ക്കാണോ ബാഗ്? 200 രൂപയ്ക്ക് ഈ 3 ബാഗ്, 500 രൂപയ്ക്ക് 3 ബാഗ് ഞാൻ മേടിച്ചു. ചേട്ടൻ്റെ സലീമും മേടിച്ചിട്ടുണ്ട്, ഞാനും മേടിച്ചു. ചേട്ടൻ്റെ സാധനം മേടിച്ചു. 150 രൂപയ്ക്ക് വേണ്ട ബ്രോ. 3 കൊള്ളാം. 3 ബാഗ് കൊള്ളാം അല്ലേ? റേറ്റ് ചേഞ്ച് ചെയ്യണം. സലീം കൊള്ളാം. 5 രൂപയ്ക്ക് കിട്ടുമോ? സെലക്ഷൻ ചെയ്തു. നമ്മള് ഫൈനലി ഫുഡ് കഴിക്കാൻ പറ്റും. നൈറ്റ് ഫുഡ് അഫ്ഗാനി മട്ടനും റൊമാലി റൊട്ടി, റൊട്ടി, അഫ്ഗാനി മട്ടൻ. ഏതാ ഹോട്ടലിൽ വരുന്നത്? മദീന ഹോട്ടൽ മദീനയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം മട്ടൻ അഫ്ഗാനി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പിടിപിടി. चारमीनार के बाजू में हमारा मदीना होटल, फेमस होटल, बहुत पुराना होटल. ഈ പുള്ളി പച്ചക്കറി തിന്നു കേട്ടോ. പച്ചക്കറി കഴിക്കുക, പച്ചക്കറി. ഇത് നമ്മുടെ സലീമിക്ക ഐഫോണൊക്കെ പിടിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ബാഗ് കച്ചവടം നടന്നപ്പോൾ കേരളത്തിൽ ബാഗ് കച്ചവടം വട്ടത്തിൽ കളിയത്. ഒരു വണ്ടി വിളിച്ച ഓട്ടോ. ഈ അപ്പച്ചൻ റോക്കറ്റ് പോകത്തില്ല, റോക്കറ്റ് അതുപോലെ ഓട്ടോ അടിച്ചിട്ട് വന്നത്. പുള്ളി എങ്ങോട്ടാ പോകുന്നത് പുള്ളിക്ക് തന്നെ അറിയത്തില്ല. 3 വീലുള്ള ഓട്ടോറിക്ഷയാണെന്നുള്ള ചിന്ത പോലും ഇല്ല. 250 രൂപയ്ക്ക് വണ്ടി ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണം തോന്നുന്നു. എങ്ങോട്ടാ അച്ചായൻ പോകുന്നതെന്ന് അറിയത്തില്ല. പറക്കുന്നുണ്ട്. 3-4 പേര് വണ്ടിയിലുണ്ട്. അതിനുള്ള കപ്പാസിറ്റി വണ്ടിക്കില്ല. BMW ഓവർടേക്ക് ഇത് അടിച്ച് കളയായിരുന്നു വണ്ടി. അച്ഛൻ്റെ കയ്യിലാണ് വണ്ടി. പക്ഷേ നമ്മുടെ കാലും കൈയായിട്ടൊന്നും പോകാതെ രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ പുള്ളി വണ്ടി ഓടിക്കുന്ന രീതി. പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറപ്പിക്കുക. എവിടെയോ കുത്തിക്കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അച്ഛൻ്റെ മാരക ഡ്രൈവിങ് അല്ലേ? മാസ് ഡ്രൈവിങ്. ആ വളഞ്ഞൊക്കെ പോകുകയാണ് അല്ലേ? അല്ലേ? ആ ബോഡിയും കൂടെ അങ്ങോട്ട് മാറുക. വളഞ്ഞ് കയറുക. പുള്ളിക്ക് എന്താ ലക്കുണ്ട്. ആ ലക്കിന് വണ്ടി കയറി പോകുന്ന. ഇത്ര നേരം ഒന്നുമില്ല, തട്ടിയില്ല. തട്ടാതെ വണ്ടി ഇടാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇറങ്ങാൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടെ സേഫായിട്ട് ഞങ്ങൾക്ക് പോയി ഇറങ്ങാം. അറിയാൻ ബസ്സൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാലേ പപ്പടം പോലെ പൊടിഞ്ഞു. അതാണ് മാസ് ഡ്രൈവിംഗ് ആണ്. അച്ഛൻ വണ്ടി വളച്ചിട്ട് എങ്ങനെ തുടങ്ങണം, എവിടുന്ന് കയറണം എന്നറിയത്തില്ല. ബസ്സിനെ പുള്ളി ഓവർടേക്ക് ബസ് കയറി പോവാണ്. ഇയാൾ വിട്ടോളൂ. ഈ വണ്ടി കിടന്ന് കുലുങ്ങുന്നുണ്ട്. വണ്ടി കിടന്ന് പറന്ന് കുലുങ്ങാണ്. അതായത് പറക്കുക. വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്തോണ്ടിരിക്കുക. ബോഡി നല്ലതായിട്ട് റോൾ ചെയ്യുന്നു. അതായത് തട്ടിയില്ല. അച്ഛൻ തട്ടാൻ വേണ്ടി അങ്ങനെ ബസ്സിനെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് കയറി. ബസ്സിനെ ഞങ്ങൾ അടിച്ച് കളഞ്ഞിട്ട് വണ്ടി ബസ്സിനെ ഞങ്ങൾ അടിച്ച് കയറുവാണ്.
അച്ഛൻ ഏകദേശം ഒരു 10-70 വയസ്സ് തോന്നി അല്ലേ? ആ 70 വയസ്സിൽ ഈ പുള്ളി വണ്ടി ഡ്രൈവിങ് കേട്ടോ. പുള്ളിക്ക് ചെറിയ ലക്കുണ്ട്, അതുകൊണ്ടാണ് വണ്ടി തട്ടാൻ മുട്ടാൻ പോകുന്നത്. ഡേപ്പ് ഇടുന്നൊരു ഓവർടേക്ക് ഇത് കയറാനുള്ള പരിപാടിയാണ്. ഈ അടുപ്പൊക്കെ പോകുന്നു കയറി എവിടെയൊക്കെ പോയി ലക്കിന് പോയി നിൽക്കുന്നത്. ഇത് മുട്ടിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്, മുട്ടിയില്ല കേട്ടോ. അപ്പം ഗൈസ് നമ്മുടെ സ്ഥലം എത്താറേ. അപ്പം നമ്മൾ അച്ഛൻ്റെ മാസ് വീഡിയോ നമ്മൾ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും.